ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നടന്ന 2ാം വാർഷിക പരീക്ഷയുടെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 മണിക്കൂറാണ് എക്സാം ടൈം. അപ്പോൾ ഫസ്റ്റ് ഊർജാന്തരത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 40 മിനിറ്റാണ് സമയം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സമ്പർക്ക ബലമേതെന്ന് കണ്ടെത്തി എഴുതുക. കാന്തിക ബലം, ഘർഷണ ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിത വൈദ്യുത ബലം. ഈ 4 എണ്ണത്തിൽ ഏതാണ് സമ്പർക്ക ബലം എന്നാണ്. അപ്പോൾ ഏതാണ്? ഘർഷണ ബലമാണ് ഇതിലെ സമ്പർക്ക ബലം. ബാക്കിയുള്ളതൊക്കെ സമ്പർക്കരഹിത ബലങ്ങളാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1ാം പദജോടി ബന്ധം കണ്ടെത്തി 2ാം പദജോടി പൂർത്തീകരിക്കുക. ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 24 സെൻറ്റിമീറ്റർ വക്രത ആരമുള്ള ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. F = R/2. R എന്ന് പറഞ്ഞാൽ വക്രത ആരം, F എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം. അതായത് വക്രത ആരത്തിൻ്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം. അപ്പോൾ എത്രയാണ്? 24/2 12 സെൻറ്റിമീറ്ററാണ് ഉത്തരം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, 3 കാന്തങ്ങൾ ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഓരോ കാന്തത്തിൻ്റെയും ധ്രുവങ്ങളിൽ ഇരുമ്പാടികൾ ആകർഷിക്കപ്പെട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ശരിയായ ചിത്രം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ C ആണ്. അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ C ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും എത്രയാണ്? 2 മാർക്ക് വീതമാണ്. ഫസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഘർഷണം ഗുണകരമല്ലാത്തതും ഗുണകരവുമായ ചില സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. ഇവ അനുയോജ്യമായി പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ എന്താണ്? ഘർഷണം ഗുണകരമായ സന്ദർഭം തന്നിട്ടുണ്ട്, അല്ലാത്തതും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് എഴുതാനാണ്. A, ഒരു നോട്ട്ബുക്കിൽ പേന കൊണ്ട് എഴുതുന്നത്. B, യന്ത്രങ്ങളുടെ തേയ്മാനം. C, വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നത്. D, ഇന്ധനനഷ്ടം. അപ്പോൾ ഘർഷണം ഗുണകരമായവയിൽ വരുന്നതാണ് എയും സിയും. ഘർഷണം ഗുണകരമല്ലാത്തതിൽ വരുന്നത് ബിയും ഡിയും. ബി എന്താണ്? യന്ത്രങ്ങളുടെ തേയ്മാനം. ഡി, ഇന്ധനനഷ്ടം. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. 2 ബീക്കറുകളിലും തുല്യവ്യാപ്തം ജലമെടുത്തിരിക്കുന്നു. ഏത് ബീക്കറിൽ നിറച്ചിരിക്കുന്ന ജലത്തിൻ്റെ അടിഭാഗത്താണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെടുക? ഏതിൻ്റെയാണ്? ബീക്കർ എയുടെ. നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ബീക്കർ എക്ക് ബീക്കർ ബിയേക്കാൾ ഉയരം കൂടുതലാണ്. ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അതിൽ പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബീക്കർ എയിൽ മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ഈ പ്രകാശരശ്മികൾ പതിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പം അതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി A, ചിത്രം പകർത്തി വരച്ച് പ്രതിപതന രശ്മികളുടെ സഹായത്തോടെ മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്തുക. അപ്പോൾ അവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ആ പ്രതിപതന രശ്മികൾ. ഇനി പ്രതിപതന രശ്മികൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റാണ് മുഖ്യ ഫോക്കസ്. അപ്പം അതാണ് അവിടെ F എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണോ മിഥ്യയാണോ? ഉത്തരം സാധൂകരിക്കുക. ഇതിൻ്റെ ഉത്തരമാണ് ഇവിടെ മുകളിൽ A എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇവിടെ കിട്ടുന്ന മുഖ്യ ഫോക്കസ് യഥാർത്ഥമായിരിക്കും. കാരണം എന്താണ്? കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. അങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന മുഖ്യ ഫോക്കസൊക്കെ എന്താണ്? യഥാർത്ഥമായിരിക്കും. ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, എയിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞൊരു കല്ല് 4 മീറ്റർ ദൂരം നേർരേഖയിൽ സഞ്ചരിച്ച് ബിയിലെത്തി ശേഷം എയിലേക്ക് തിരികെ എത്തുന്നു. കല്ല് സഞ്ചരിച്ച ആകെ ദൂരം. അപ്പോൾ എയിൽ നിന്ന് ബിക്ക് 4 സെൻറ്റിമീറ്ററാണ് അകലം. ബിയിൽ നിന്ന് തിരിച്ച് എക്ക് തന്നെ വരുന്നുണ്ട്, അപ്പോഴും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 + 4 8 സെൻറ്റിമീറ്ററാണ് ആകെ സഞ്ചരിച്ച ദൂരം. കല്ലിനുണ്ടായ സ്ഥാനാന്തരം 0 ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, നാം സാധാരണയായി തീ കെടുത്താൻ ജലം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് തീ പിടിച്ചാൽ ഈ രീതിയിൽ തീ അണക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കില്ല? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. സാധിക്കില്ല. കാരണം പെട്രോളിനും ഡീസലിനും വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. അതിനാൽ അവ എന്താണ്? വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഇനി 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ്.
10ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിനുള്ള കാരണം എഴുതുക. വസ്തുക്കളെ നിരക്കി നീക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉരുട്ടി നീക്കുന്നത്. കാരണം എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഇനി ബി, ബഹിരാകാശ യാത്രികർ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നു. ബഹിരാകാശത്ത് എന്താണ്? അന്തരീക്ഷമർദ്ദമില്ല, അതുകൊണ്ടാണ് ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നത്. തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നു. സൂചിയുടെ പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം വർദ്ധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, കാന്തത്തിന്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപകരണമാണ് കാന്തിക കോമ്പസ്. എ, കാന്തിക കോമ്പസിലെ കാന്തസൂചി നിശ്ചലാവസ്ഥയിലാകുമ്പോൾ എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുന്നത് എന്തുകൊണ്ട്? കാരണം ഭൂമി ഒരു കാന്തമായിട്ട് വർത്തിക്കുന്നതുകൊണ്ട്, ഭൂമിയുടെ കാന്തികത കാരണം. ബി, ഇരുമ്പ് കേസിനകത്ത് ക്രമീകരിച്ച ഒരു കാന്തസൂചി ഉപയോഗിച്ച് തെക്ക് വടക്ക് ദിക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കില്ല? കാരണം എന്താണ്? ഇരുമ്പിന്റെ പെർമിയബിലിറ്റി കേസിനുള്ളിലെ സൂചി നീങ്ങുന്നത് തടയുന്നു. ഇരുമ്പിന് എന്താ? പെർമിയബിലിറ്റി ഉണ്ട്, അപ്പം അതുകൊണ്ട് അതിനകത്തുള്ള സൂചി നീങ്ങുന്നത് തടയുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി സമതല ദർപ്പണത്തിൽ പതിക്കുമ്പോഴുള്ള പ്രതിപതനമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ON പതന ബിന്ദുവിലെ ലംബമാണ്. അപ്പോൾ OP എന്താണ്? പതനരശ്മി. OR എന്താണ്? പ്രതിപതന രശ്മി. ക്വസ്റ്റ്യൻ എ, ഇതിൽ പതനരശ്മി ഏതാണ്? OP. പതനകോൺ 40 ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? അതും 40 ഡിഗ്രിയാണ്. ഡിഗ്രി എഴുതി ചേർക്കണേ. ഇനി സി, ഈ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിച്ച നിയമം ഏത്? പ്രതിപതന നിയമം. അതായത് പതന നിയമത്തിൽ എന്താണ്? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ABC കോളങ്ങളെ അനുയോജ്യമായി യോജിപ്പിക്കുക. അപ്പോൾ എയിൽ എന്താണ്? വൈദ്യുതകാന്തം. അപ്പോൾ എക്ക് മാച്ച് ആയത് ബിയിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നു. സിയിൽ യൂണിറ്റ് നീളത്തിലുള്ള കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കാന്തിക ശക്തി കൂടുന്നു. ഇനി പച്ചിരുമ്പ്, വശകത കൂടുതലാണ്, കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവ് കൂടുതലാണ്. ഇനി ഏന്ന് ലാസ്റ്റത്തെ ഉരുക്ക്, റിറ്റിൻഡിവിറ്റി കൂടുതലാണ്, കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവ് കൂടുതലാണ്. അപ്പം ഇത്രയാണ് ഫിസിക്സിൻ്റെ, അതായത് ഊർജ്ജതന്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി അടുത്തത് രസതന്ത്രം. അതും 40 മിനിറ്റ് 20 മാർക്കാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റം ഏത്? അടുത്ത രാസമാറ്റം ഏതാണ്? പടക്കം പൊട്ടുന്നു. ഇനി രണ്ടാമത്തത്, ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയെ ഡാഷ് എന്ന് പറയുന്നു. അതിന് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. 3, എത്തനോളും മെത്തനോളും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ആംശിക സ്വേദനം. 4, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. പാല് കൊളോയിഡ്. അപ്പോൾ ചളിവെള്ളം എന്താണ്? സസ്പെൻഷൻ. ഇനി 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എ, സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ Na പ്ലസ് വാട്ടർ H2 ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഹൈഡ്രജൻ ആണ് ഉണ്ടാവുന്നത്. ഇനി ബി, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹം ഏതാണ്? കോപ്പർ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, താപമോചന രാസപ്രവർത്തനങ്ങളും താപാകിരണ രാസപ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളാണ് താപമോചന രാസപ്രവർത്തനം. താപം ആകിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് താപാകിരണ രാസപ്രവർത്തനം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, സിങ്കിന്റെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള രാസപ്രവർത്തനത്തിന്റെ സമവാക്യം പൂർത്തീകരിക്കാനാണ്. അപ്പോൾ Zn+2HCl gives ZnCl2+H2O. ഇനി ബി, അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. കാരണം എന്ത്? മോരിൽ എന്താണ്? ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അലുമിനിയവുമായി പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ടാണ് അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, സോഡ വെള്ളത്തിലെ ലീനം, ലായകം എന്നിവ എഴുതുക. ലീൻ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ലായകം വെള്ളം. ഇനി 9, ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസുകൾ എടുത്ത് 2ലും അല്പം സിൽവർ ബ്രോമൈഡ് ഇടുക. ഒരു വാച്ച് ഗ്ലാസ് കറുത്ത കടലാസ് കൊണ്ട് പൊതിയുക. 2ഉം അല്പനേരം സൂര്യപ്രകാശത്തിൽ വെക്കുക. ഏതു വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിന്റെ നിറമാണ് മാറിയത്? കറുത്ത പേപ്പർ കൊണ്ട് പൊതിയാതെ വെച്ചിട്ടുള്ള വാച്ച് ഗ്ലാസിന്റെ സിൽവർ ബ്രോമൈഡ് നിറമാണ് മാറിയത്. ഇനി ബി, ഏത് ഊർജ്ജരൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? പ്രകാശോർജം. ഇനി 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയത്തിന്റെ പ്രതീകം Na ആണ്.
എ ഇതിൻ്റെ ലാറ്റിൻ നാമം എഴുതുക. എന്താ സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം? നാട്രിയം. ഇനി ബി, എച്ച് എന്നത് ഹൈഡ്രജന്റെ പ്രതീകമാണ്. 5H2 5H എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ 5H2 അതെന്തിനൊക്കെ സൂചിപ്പിക്കുന്നത്? 5 ഹൈഡ്രജൻ തന്മാത്രയും 10 ഹൈഡ്രജൻ ആറ്റം. ഇനി 5H എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 5 ഹൈഡ്രജൻ ആറ്റത്തെ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത ലേപനം എന്നാൽ എന്ത്? എന്താണ് ഉത്തരം? ഒരു ലോഹവസ്തുവിൽ വൈദ്യുതിയുടെ സഹായത്തോടെ മറ്റൊരു ലോഹത്തിന്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. ഇനി ബി, ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏത്? ഏത് ലായനിയാണ് ഉപയോഗിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് ലായനി. ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏത്? ലിഥിയം അയൺ സെൽ. ലിഥിയം അയൺ സെല്ലാണ് ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിയാൻ ആവശ്യമായ ഒരു പരീക്ഷണത്തിൻ്റെ പ്രവർത്തനക്രമം എഴുതുക. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അത് നോക്കി എഴുതിയാൽ മതി. അതിൽ ബി ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ ലോഹനാശനം തടയാനുള്ള ഒരു മാർഗം എഴുതുക. എന്ത് മാർഗ്ഗമാണ്? 12B എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിട്ടുണ്ട്, പെയിൻ്റ് അടിക്കുക. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, പൂരിത ലായനിയും അതിപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ലയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എഴുതുക. അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്താണ്? പൂരിത ലായനിയും അതിപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം. പൂരിത ലായനി എന്ന് പറഞ്ഞാൽ ഒരു ലായനിയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നതാണ് പൂരിത ലായനി. പൂരിതമാക്കാൻ ആവശ്യമായതിലും കൂടുതൽ ലീനം ലയിച്ചു ചേർന്നതാണ് അതിപൂരിത ലായനി. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? ലയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ്? ഒന്ന് ലീനത്തിൻ്റെ സ്വഭാവവും, രണ്ടാമത്തത് താപനിലയും. ഇനി അടുത്തത് ജീവശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതും 20 മാർക്കിൻ്റെ തന്നെയാണ്. 40 മിനിറ്റാണ് സമയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. ബോയർ, ജംന പിയാരി, അട്ടപ്പാടി ബ്ലാക്ക്, നീലിരുവി. അപ്പോൾ അതിലേതാണ്? നീലിരുവിയാണ്. ബാക്കി മറ്റുള്ളവ എന്താണ്? ആടിൻ്റെ ഇനങ്ങളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട പദം പൂരിപ്പിക്കുക. 6 കിണ്ട വർഗീകരണം കാൾ വൗസ്. 5 കിണ്ട വർഗീകരണം ഡാഷ്. അതാരാണ്? റോബർട്ട് എച്ച് വിറ്റക്കർ. ഇനി ബി, നായ കാനിസ് ഫെമിലിയാരിസ്. ചെന്നായ കാനിസ് ലൂപ്പസ് എന്താണ് ശാസ്ത്രീയ നാമാണ് അവയുടെ. ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള പ്രസ്താവനകൾ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. എ, പഴം, പച്ചക്കറി എന്നിവയുടെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ. തെറ്റാണ് അല്ലേ? അത് ഹോർട്ടിക്കൾച്ചറാണ്. ഇനി ബി, ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. അത് ശരിയാണ്. ഈ 4th ക്വസ്റ്റ്യൻ, ചില ജീവികളെ സംബന്ധിച്ച സൂചനകൾ തന്നിരിക്കുന്നു. ഇവ ഉൾപ്പെടുന്ന കിണ്ഡങ്ങളുടെ പേരെഴുതുക. ഫസ്റ്റ്, സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികൾ പ്ലാന്റ്. ബി അല്ല രണ്ടാമത്തത്, ന്യൂക്ലിയസോട് കൂടിയ ഏകോശ ജീവികൾ പ്രോട്ടിസ്റ്റ. ഇനി 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? നാഞ്ചിഫെറ ഇൻഡിക്ക. എ ക്വസ്റ്റ്യൻ, ഇവിടെ 1ാം പദവും 2ാം പദവും യഥാക്രമം എന്തിനെ സൂചിപ്പിക്കുന്നു? 1ാം പദം ജീനസ് നാമത്തെയും 2ാം പദം സ്പീഷ്യസ് നാമത്തെയും സൂചിപ്പിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ദ്വിനാമ പദ്ധതി. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, ചിത്രം തിരിച്ചറിഞ്ഞ് രോഗാണുവിൻ്റെ പേരെഴുതുക. അതെന്താണ്? വൈറസാണ്. ബി, ഇത്തരം രോഗാണുക്കളുടെ എന്ത് സവിശേഷതയാണ് ഇവ മൂലമുണ്ടാക്കുന്ന രോഗങ്ങളുടെ വ്യാപനം വേഗത്തിലാക്കുന്നത്? കോശത്തിനു വെളിയിൽ എന്താണ്? അവ നിർജ്ജീവമാണ്. ആതിഥേയ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുകയും ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വരികയും ചെയ്യുന്നു. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, കാർഷിക വിപണിയിൽ ഓൺലൈൻ കൂട്ടായ്മകളിലെ പങ്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന 2 പ്രധാന ആശയങ്ങൾ എഴുതുക. 1, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുക. 2, അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷിയിടത്തിലെ ജീവാണുവളങ്ങളുടെ പ്രയോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ മാത്രം ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? അതിൽ 2ഉം 3ഉമാണ്. 2, മതിയായ ജലസേചനം ഉറപ്പുവരുത്തുന്നു. 3, മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തുന്നു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ജീവികളുടെ വിവിധ ഘടനാ തലങ്ങൾ ചിത്രീകരിക്കുന്ന ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അപ്പോൾ ഫസ്റ്റ് എന്താണ്? കോശം. കോശം കഴിഞ്ഞ് ശരിക്കും അവിടെ അവയവ വ്യവസ്ഥ എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റാണ്. കോശം കഴിഞ്ഞാൽ കലയാണ്. കല കഴിഞ്ഞാൽ അവയവം. ശരിക്കും അവിടെ ജീവഗണമാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അതല്ല, അത് അവയവമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവയവ വ്യവസ്ഥ. പിന്നെ അവയവ വ്യവസ്ഥ കഴിഞ്ഞാൽ ജീവി കഴിഞ്ഞാൽ ജീവഗണം, പിന്നെ ജീവസമുദായം. ഇനി 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 6 കിണ്ട വർഗീകരണ രീതി അനുസരിച്ച് പൂച്ചയുടെ വിവിധ വർഗീകരണ തലങ്ങൾ കണ്ടെത്തി
എഴുതി പട്ടിക പൂർത്തീകരിക്കുക. അപ്പോൾ ഡൊമൈൻ യൂക്കാരിയ. ഡൊമൈനിൽ ഫസ്റ്റ് കിൻഡം എന്താ വരിക? അനിമേലിയ. ഫൈലം കോർഡേറ്റ. പിന്നെ മമേലിയ കൊടുത്തിട്ടുള്ളത് ക്ലാസ്. പിന്നെ ഓർഡർ കാർണിവോറ. ഫാമിലി ഫെലിഡെ. ജീനസ് ഫെലിസ്. സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക കൃഷിരീതികളുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള വിവരങ്ങളെ ശരിയായ രീതിയിൽ പട്ടികപ്പെടുത്തുക. അനുയോജ്യമായ തലക്കെട്ടുകൾ നൽകുക. അപ്പോൾ അവിടെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിനെന്താണ് അനുയോജ്യമായ തലക്കെട്ടുകൾ ഉപയോഗിച്ചിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നു. ബി താപനിലയും ഈർപ്പവും കൃത്യമായി ക്രമീകരിക്കുന്നു. സി സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറക്കുന്നു. ഡി മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, pH, ജലസാന്നിധ്യം എന്നിവ കൃത്യമായി പഠിച്ച് അനുയോജ്യമായ വിള കണ്ടെത്തുന്നു. അപ്പോൾ എന്തൊക്കെ തലക്കെട്ടാണ് ഇവയ്ക്ക് കൊടുക്കാൻ പറ്റുക? പ്രിസിഷൻ ഫാമിംഗ് എന്നും പോളി ഹൗസ് ഫാമിംഗ് എന്നും 2 തലക്കെട്ടാണ് ഇവയ്ക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ പ്രിസിഷൻ ഫാമിങ്ങിൽ വരുന്നതാണ് അതിലെ എയും ഡിയും. പോളി ഹൗസ് ഫാമിങ്ങിൽ വരുന്നതാണ് ബിയും സിയും. ബി താപനിലയും ഈർപ്പവും കൃത്യമായി ക്രമീകരിക്കുന്നു. സി സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറക്കുന്നു. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രീകരണം അനുയോജ്യമായി പൂർത്തിയാക്കുക. അപ്പോൾ അസ്ഥികല എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അസ്ഥികലയുടെ ധർമ്മം താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. പിന്നെ ഈ ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന കല നാരുകല. പിന്നെ യോജക കല. പിന്നെ രക്തം കഴിഞ്ഞ് പിന്നെ പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം അതിൻ്റെ ധർമ്മതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. എ കോളത്തിനനുസരിച്ച് ബി സി കോളങ്ങൾ ഉചിതമായി ക്രമീകരിക്കുക. മുഗ പട്ട്, അത് സെറികൾച്ചർ. കട്ല മാംസം, പിസികൾച്ചർ. ഞൊടിയൻ തേൻ, എപ്പികൾച്ചർ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ കവർ ചെയ്തു. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.